എന്ത് ചെയ്തു? സകലതും ഉപേക്ഷിച്ചു, സകലതും വിട്ട്, വള്ളവും വലയും എല്ലാം വിട്ട് വിശ്വസിച്ചവൻ്റെ വാക്ക് കേട്ട് എന്ത് ചെയ്തു? യേശുവിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ചിറങ്ങി മുന്നോട്ട് പോയി. പക്ഷെ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 2 വാക്യം വന്നപ്പോൾ ഇവൻ്റെ വിശ്വാസം കുറഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഈ വിട്ട എല്ലാ സാധനത്തെ എന്ത് ചെയ്തു? പോയി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ വിശ്വാസം കുറഞ്ഞു പോയാൽ ചിലത് വിട്ടതിനെ എന്ത് ചെയ്യും? പോയി തിരിച്ചെടുക്കും. വേറൊരു ഭാഷയിൽ വചനത്തിൻ്റെ അകത്ത് പറയുന്നത്, ഈ ഛർദ്ദിച്ചത് തിന്നുന്നത് നായ്ക്കളാണ്. നായ്ക്കളെ ഛർദ്ദിച്ചിട്ട് എന്ത് ചെയ്യും? തിന്നും. ഇപ്പം ഈ പട്ടിയെ വളർത്തുന്നവർക്ക്, നായെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും, ഈ സാധനം ഛർദ്ദിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യും? പോയി തിന്നും. പക്ഷെ ദൈവമക്കളെക്കുറിച്ച് അതല്ല ഒരിക്കലും ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ എന്നോട് ആരും പിണങ്ങരുതേ. ദൈവാത്മാവ് ഇന്ന് പകൽ പറയുക, ചിലത് നമ്മൾ ഉപേക്ഷിച്ചതിനെ നമ്മൾ പിന്നെയും പോയി എടുക്കുന്നതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോയത് കൊണ്ടാണ്. നിൻ്റെ പഴയ സ്വഭാവം നിനക്ക് വരുന്നുണ്ടെങ്കിൽ, ദേഷ്യം വരുമ്പോൾ പറയത്തില്ലേ, ഞാൻ പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ. എവിടെയൊക്കെയോ നമ്മൾ പഴയ സാധനത്തെ പോയി എടുക്കുക. ഈ പത്രോസ് കളഞ്ഞതുപോലെ എന്ത് ചെയ്തു? ഒരു കാലത്തെ എല്ലാം കളഞ്ഞ് ദൈവസന്നിധി വന്നത് അതേ സാധനം എല്ലാം പോയി എന്ത് ചെയ്തു? വിശ്വാസം കുറഞ്ഞപ്പോൾ എല്ലാം പോയി എടുത്തിട്ട് ഇപ്പോൾ വീണ്ടും പഴയ പണിക്ക് പോവുക. വള്ളവും വലയും ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ പോയവൻ ഈ കളഞ്ഞ സാധനത്തെ എല്ലാം എന്ത് ചെയ്തു? അതുകൊണ്ടാണ് ഈ യാക്കോബിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യാക്കോബ് ചെയ്ത കാര്യം എന്തെന്നറിയാമോ? ഇത് ഈ ഭാര്യയുടെ നിന്നൊക്കെ സ്വർണവും ഇതെല്ലാം ആഭരണവും എല്ലാം വാങ്ങിച്ചിട്ട് യാക്കോബ് ചുമ്മാ കൊണ്ടുപോയി കുഴിച്ചിട്ടില്ല. കരിവേലകത്തിൻ്റെ അടിയിൽ, എന്നോട് ആരും പിണങ്ങരുതേ, ഞാൻ ആ വചനം പറയുക, കരിവേലകത്തിൻ്റെ അടിയിൽ എന്ത് ചെയ്തു? കൊണ്ടുപോയി കുഴിച്ചിട്ടു. കരിവേലകത്തിൻ്റെ അടിയിൽ എന്തിനാ കൊണ്ടുപോയി കുഴിച്ചിട്ടത്? അതിൻ്റെ വേര് വന്ന് ഇതിനെ മൂടിക്കളയും. പിന്നെ ഒരിക്കലും ഈ റാഹേലൊക്കെ ചെന്നിട്ട് പിന്നെ തോണ്ടാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. ചിലത് നീ ഉപേക്ഷിച്ചത്, നീ കളഞ്ഞത് പിന്നെ തിരിച്ച് നീ എടുക്കരുത്. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആലോചന പറയുക, ചിലതിനെ ഉപേക്ഷിച്ചതിനെ തിരിച്ചെടുക്കാതിരിക്കുവാൻ. നിന്റെ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ നീ ചിലതിനെയൊക്കെ പിന്നെയും നീ ധരിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുക, കളഞ്ഞതിനെ എന്നേക്കുമായി കളഞ്ഞിട്ട് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. നിന്നെ നടത്തുവാൻ, നിന്നെ നന്നായി നടത്തുവാൻ, നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നിന്നെ നന്നായി പുലർത്തുവാൻ, നിന്റെ ഏത് കഷ്ടതയുടെ നടുവിലും, നിന്റെ രോഗത്തിന്റെ നടുവിലാകട്ടെ, നിന്റെ പ്രയാസത്തിന്റെ നടുവിലാകട്ടെ, അതിൻ്റെ നടുവിൽ നിന്നെ കരം പിടിച്ച് നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ ആ ദൈവത്തെ നാം വിടാതെ മുറുക്കെ പിടിക്കുവാൻ